Yeah. Oh. It's 20 on it already. നല്ല സൂപ്പർ റൂട്ട് കേട്ടോ ചൂസ് ചെയ്തേക്കുന്നത്. എന്തോ ഗ്രീനറിയാ നോക്ക്, എന്നാ സീനാ നോക്ക്, സെറ്റ്. എല്ലാം പ്രായമുള്ള ആൾക്കാരാട്ടോ, നല്ല മെച്ചൂർഡ് റൈഡേഴ്സ്. ബ്രോസ്, എല്ലാവർക്കും വേറെ വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗ്രൂപ്പ് റൈഡ് പോയി ഇറങ്ങിയതാണ്. ഗ്രൂപ്പിൽ ആരാ ഉള്ളത് എന്താ ഉള്ളത് ഒന്നും അറിയത്തില്ല. ഏതോ ഒരു ഓൺലൈനിൽ ഹോസ്റ്റ് ചെയ്ത ഇവൻറ്റാണ്. അപ്പോൾ ഞാൻ ചുമ്മാ പോയി നോക്കാൻ വേണ്ടി ഇറങ്ങിയ. ഏതോ ഒരു നിസാലോറ എന്ന് പറഞ്ഞൊരു ലേഡിയാണ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഒരു മെക്ഡോണൾഡ്സിൽ വെച്ച മീറ്റപ്പ് 10 o'clock മീറ്റ് ചെയ്യുക, 10:30 റൈഡ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ആരും വന്നിട്ടില്ല, ആരും കാണാനില്ല. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ചായയും കുടിച്ചിരിക്കാം. അങ്ങനെ ഞാനും റൈഡ് ഓർഗനൈസ് ചെയ്ത് അവരും മാത്രമേ വന്നിട്ടുള്ളൂ. അവരുടെ ബൈക്ക് ഇതാ കേട്ടോ, നമ്മുടെ ZX 9R. അപ്പോൾ ഞാൻ എല്ലാവരും വന്നിട്ട് വീഡിയോ ഉണ്ടാക്കാം. ഈ ഗോപ്രോ വെച്ച് വീഡിയോ എടുക്കണമെങ്കിൽ ഹെൽമെറ്റ് തലയിടണം, അതാണ് സീന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. നല്ല ഗ്രൂപ്പ് പ്രായമുള്ളവരോടെ പോകുന്ന രസം. അപ്പോൾ അധികം അലമ്പുമില്ല, നല്ല ZX 9R. ഇവർ ഈ വണ്ടി 2 വർഷം മുമ്പ് എടുത്തത്. ജപ്പാനിൽ 15 വർഷം ഡിസ്പ്ലേ ഒക്കെ ഇരുന്ന വണ്ടിയാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഗൈസ്, ഓസ്ട്രേലിയ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഗ്രൂപ്പ് റൈഡ് പോകുന്നത്. അടിപൊളി, നല്ല വൈബുള്ള ആൾക്കാരായിരുന്നു. ഇത്ര നേരം അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം എല്ലാം അത്യാവശ്യം ഒരു 90% ആൾക്കാരും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഞാനൊരു പയ്യന് മാത്രമേ ഉള്ളൂ. അവനൊരു 450cc വണ്ടി, പിന്നെ ഞാൻ. നമ്മുടെ ഈ ഫ്രണ്ടിൽ പോകുന്ന പുള്ളി ഒരു പഴയ ട്രയംഫ് എടുത്തത്. പുള്ളി ഇതിപ്പം എന്താ ട്രയംഫിൻ്റെ 955i പറയും. നമ്മുടെ ഈവൻറ്റ് ഓർഗനൈസ് ചെയ്ത് അവർ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അവരാണ് ലീഡ്, അവരെ ഫോളോ ചെയ്തു. പിന്നെ ബെൽസ്റ്റൈൻ കയറി കഴിഞ്ഞാൽ, അതായത് മൗണ്ടൻ റോഡ് കയറി എല്ലാവരും അവരോട് ഇഷ്ടത്തിന് പോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ മീറ്റപ്പ് പോയിന്റ് വെച്ച് കണ്ടാൽ മതി. അടിപൊളി സീനിക് റൂട്ടാണ്, നല്ല എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയ റൂട്ട്. നല്ല നല്ല ഊടുവഴികളിൽ കൂടി ഇവർ പോകാറ് കൂടുതലും. ഈ പുള്ളിക്കാരൻ 20 വർഷമായിട്ട് റൈഡ് ചെയ്യുക, ആ പുള്ളിക്കാരൻ 15 വർഷമായിട്ട് റൈഡ് ചെയ്യുക. ബാക്കിയെല്ലാം 50 വയസ്സിന് മുകളിലുള്ളവരായതുകൊണ്ട് പിന്നെ അവരുടെ ഒന്നും പറയേണ്ട ആവശ്യം പോലും ഇല്ല. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇച്ചിരൊക്കെ വലിയ ഗ്രൂപ്പിൻ്റെ കൂടെ റൈഡ് ചെയ്യുന്ന വേറെ ഫീലാട്ടോ. ഞങ്ങളെപ്പോഴും 2 പേര് 3 പേര് നമ്മുടെ ആൾക്കാർ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ പോകുമ്പം വേറൊരു ഫീലാണ്. നമ്മുടെ നാട്ടിലേക്ക് ഒരു വൈബ് തിരിച്ചു വന്നു. നാട്ടിലൊക്കെ നമ്മൾ 200 പേരൊക്കെ പോയിട്ടുണ്ട്, 200 ബൈക്കൊക്കെ. അതൊക്കെ ഭയങ്കര ഓവറാണ്. 50 ആണെങ്കിലും കുറച്ച് കൂടുതലാണ്. അത് വേറെ വൈബ്. ആകെ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാതാവും. ഇതൊരു പെർഫെക്റ്റ് 15, 18 എന്നൊക്കെ പറയുമ്പോൾ ഒരു എല്ലാവരും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു കണക്ഷൻ. ഇപ്പം ഞങ്ങളെല്ലാവരും തമ്മിൽ പരിചയപ്പെട്ടു, എല്ലാവരും തമ്മിൽ അറിയാം. അങ്ങനത്തെ ഒരു നല്ല ഇത്. ഇതിൻ്റെ ഫ്രണ്ടിൽ പോകുന്നത് ഒരു ജിക്സർ 750 സുസുക്കിയുടെ. ആ പുള്ളി നല്ല പ്രായമുണ്ട്, നല്ല സൗണ്ട് കേട്ടോ ജിക്സർ 750യുടെ. നമ്മുടെ ബാക്കി ബൈക്കേഴ്സൊക്കെ ഒരു കാറ് പുറകിപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ബാക്കിൽ എല്ലാവരും വരുന്നുണ്ട്. 2, 3, 4, 5, 6. ഞാൻ 6ാമതാണ് നിൽക്കുന്നത്. അപ്പോൾ ബാക്കി 10 പേരും നമ്മുടെ പുറകിലാന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് മനസ്സിലായി എന്താ പുള്ളി കൈ കാണിച്ചാൽ. പുള്ളി എന്നെ ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ പറയുന്നത് ഈ റോഡിൽ. അവിടെ സൈക്കിളുകാരനുണ്ട്, അതുകൊണ്ട് പുള്ളി കൈ കാണിച്ചത് എല്ലാവരും സൈഡാക്കി പോകാൻ. അതാണ് എക്സ്പീരിയൻസ്, അതാണ് മെച്യൂരിറ്റി.
ഇവിടെ എവിടെയോ ഇടയ്ക്കൊരു ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്, അവിടെ നിർത്താം, ബ്രേക്ക് എടുക്കാമെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. മിക്കവാറും അവിടെ നിർത്തേണ്ടി വരും തോന്നുന്നു. എൻ്റെ ഗോപ്രോയുടെ ബാറ്ററി കഴിയും. ഓൾറെഡി ഫ്യൂൽ ഉണ്ട്. എൻ്റെ വണ്ടിക്ക് അന്നേരം 228 റേഞ്ച് ഉണ്ട്. അപ്പോൾ 86 കിലോമീറ്റർ എത്തേണ്ടതാണ്. ബാക്കിയുള്ളവർ കുറച്ച് മെല്ലെ വരുന്നവരാണെന്ന് തോന്നുന്നു. അവർ ആ കാറാണ് ഇടയ്ക്ക് കയറിപ്പെട്ടത്. ഒരു ഭയങ്കര വൈബ് തന്നെ കേട്ടോ ഇത്. മുടിയാട്ടും കടലും കണ്ടേ, കരിയാടണ കാടും കണ്ടേ, പുതിമണ്ണും മഴയും കണ്ടേ, ഞാനെന്ന ഭാവം മാറ്റി. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്കൊരു വ്യത്യാസം മനസ്സിലാക്കും. നമ്മൾ ചെറുപ്പക്കാരാണ്, നമ്മൾ പോയിട്ട് ABS ട്രാക്ഷൻ കൺട്രോൾ എല്ലാം ഫുൾ സെറ്റപ്പുള്ള വണ്ടി എടുത്ത് നമ്മുടെ നടക്കുന്നത്. ഇവരുടെയൊക്കെ എനിക്ക് അതിശയം തോന്നുക. ആ ഫ്രണ്ടിൽ പോകുന്ന അവരാണെങ്കിൽ പോലും അവർ നമ്മുടെ റൈഡ് ഓർഗനൈസ് ചെയ്ത് അവർ ZX9R ABS ഇല്ല, ട്രാക്ഷൻ ഇല്ല, ഒരു സാധനം ഇല്ല, അത്രയും പവറുള്ള വണ്ടി. അതിൻ്റെ പുറകെ പോകുന്ന മറ്റേ പുള്ളിക്കാരൻ ട്രയംഫിൻ്റെ വണ്ടി, ഇതിനൊന്നും ഒരു ബേസിക് ABS പോലും ഇല്ലാത്ത വണ്ടികൾ ഇത്രയും പവറുള്ള, അതാണ് അവർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എനിക്കൊന്ന് ആ ഒരു റോ ഇതാ ഇഷ്ടം. ആ റോ നമ്മൾ വണ്ടിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫീലിംഗ്. സൂപ്പർ റൂട്ട് കേട്ടോ ചൂസ് ചെയ്തേക്കുന്നത്. എന്തോ ഗ്രീനറി സെറ്റ്. അടിപൊളി. BMW കാരൻ എൻ്റെ ഒപ്പത്തിനൊപ്പം പിടിച്ച് കയറി ബാക്കി വരുന്നുണ്ട്. ചാരത്തൊരു മഴവില്ലുണ്ടേ, ചേരത്ത നിറങ്ങൾ തന്നേ, കാണാത്തൊരു കനവും കണ്ടേ ഞാൻ. അടിപൊളി കേട്ടോ. നല്ല എന്താ സ്ഥലം, കോളോ SFCO. അവിടെ ഫുട്ബോൾ കളി, മറ്റേ ഇവരുടെ ഓസ്ട്രേലിയൻ ഫുട്ബോളാണെന്ന് തോന്നുന്നു, മറ്റേ കൈ കൊണ്ട് കളിക്കുന്നു. കടലും കണ്ടേ, ഏതോ ഹാർലിക്കാരൻ സൈഡിൽ കൂടെ കുത്തിക്കിച്ച് പോകുന്നുണ്ട്. മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാറ്റി. അപ്പോൾ ഈ പുള്ളിൻ്റെ ഡ്രൈവ് ഇത്ര പഴയതാണെങ്കിലും ഒരു സൈഡ് സ്വിങ്ങാമില്ല കേട്ടോ, മറ്റേ സിംഗിൾ സൈഡ് സ്വിങ്ങാം, മറ്റേ ഇത് ഡ്രൈവോ കൊള്ളാം. നമ്മുടെ ജിക്സറുകാരനാണെങ്കിൽ വണ്ടി തുടങ്ങിയപ്പോൾ മുട്ട് ഏണിനും കൈ കൊടുത്തോണ്ട് പോകുന്ന ഒരു സൈഡിലോട്ട്. ഇതാണ് സൂപ്പർ ബൈക്കിൻ്റെ ഒരു ഇടയ്ക്കൊന്നൊക്കെ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു തോന്നുന്നു, അങ്ങോട്ട് വരാതെ അവരുടെ വീടിൻ്റെ അടുത്തൊന്നും ജോയിൻ ചെയ്യാൻ. പക്ഷേ ഞാൻ അറിയാതെ ഫ്രണ്ടിലായി പോയി. ഞാൻ വിചാരിച്ച പോലില്ല പുള്ളി ഓവർടേക്ക്. പുള്ളി ഏതോ സൈഡിൽ പോയി ചെന്നപ്പോൾ പുള്ളി എന്നെ കയറ്റി വിട്ടു. അതാണ് ഞാൻ പറഞ്ഞ ജിക്സറുകാരൻ. പുള്ളി പോകുന്നുണ്ടല്ലേ, ഒരു കൈ എവിടെയും കൊടുത്തോണ്ട് പുള്ളി പോകാൻ.
പുള്ളി സമ്മതിക്കണം. കൂടുതലും ഇങ്ങനത്തെ ഫേഡ് സൂപ്പർ ബൈക്സ് പോലത്തെ ബൈക്ക് ഓടിക്കുന്നവരാട്ടോ കൂടുതൽ. എനിക്ക് ഇതൊരു ഫീലാന്ന് തോന്നുന്നു. ഫീലല്ല, ആക്ച്വലി അങ്ങനെ കിടക്കുന്ന ഫീലാണ് നമ്മുടെ സ്പോർട്സ് സൂപ്പർ ബൈക്കിൻ്റെ പോലെ. ഇത് എൻ്റെ ഒക്കെ കുറച്ചുകൂടെ അപ്രൈറ്റാണ് അല്ലല്ലേ. ഇടയ്ക്ക് ഫ്ലേ പുള്ളിയുടെ ഒക്കെ കാല് കളിക്കാൻ തുടങ്ങി. ഞാൻ ZX 10R എടുക്കത്തുള്ളായിരുന്നു. ഞാൻ വല്ല അങ്ങനത്തെ എനിക്ക് സൂപ്പർ ബൈക്ക് തന്നെ ഇഷ്ടം. പക്ഷെ എന്താ ചെയ്യാൻ, ഇവനാ കുഴപ്പമില്ല, പവറുണ്ട് അത്യാവശ്യം, എല്ലാത്തിനും പറ്റി. ഇയാളുടെ അവസ്ഥ, ഇയാൾ ഇപ്പോഴേ കാലൊക്കെ തൂക്കിയിട്ട് പോകാൻ തുടങ്ങിയോ പാവം. അവർ നല്ല പ്രോ റൈഡർ കേട്ടോ, നമ്മുടെ ഈ ഇവൻ്റ് ഓർഗനൈസ് ചെയ്ത്. അത് ആലോചിക്കണം, അത്രയും പവറുള്ള വണ്ടി. ZX 9R വിത്തൗട്ട് ABS, വിത്തൗട്ട് എനി ഇത്. ഗായ്സ്, അങ്ങനെ എവിടുന്നോ വണ്ടി ഓടിച്ചുകൊണ്ട് പോയൊരു ഹാർലിക്കാരൻ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. ബാക്കിയത്തെ കണ്ണാടിക്കകത്ത് കാണാം ഒരു ഹാർലി, ഒരു നിഞ്ച, 2 വണ്ടി ഇപ്പം ഞങ്ങളോട് എക്സ്ട്രാ കൂടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന കുറേ പേരെ കാണാനും ഇല്ല കേട്ടോ. അവർക്ക് എന്ത് പറ്റിയാവും? ഇന്ന് കാലാവസ്ഥ വലിയ കുഴപ്പമില്ല, 36 ഡിഗ്രി ചൂടെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് മലയിലോട്ടുള്ള റോഡായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ ഷെയ്ഡ് ഫുൾ നല്ല മരങ്ങളുണ്ട്, നല്ല വെയിലില്ലാത്ത സ്ഥലമാണ്, നല്ല അടിപൊളി റോഡ് റൈഡ് ചെയ്യാൻ. ബെൽസ് ലൈൻ എന്ന് പറഞ്ഞ ഒരു കിടിലം ബൈക്കേഴ്സ് റൂട്ട് ഞാൻ പോയിട്ടുണ്ടല്ലോ ഇതിന് മുമ്പ്. ഞാൻ മറ്റേ സുസുക്കി കൊണ്ടുപോയി. അത് നല്ല ഇതാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരിക്കും. പിന്നെ നമുക്ക് കുഴപ്പമുണ്ടാകാൻ പാടില്ലല്ലോ, നമ്മൾ ബൈക്ക് ഓടിക്കില്ലേ, നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയില്ലേ. നമ്മൾ എത്ര ചൂടാന്നേലും മഴയാന്നേലും ഇതിലും വലിയ മഴയത്തോട് മിഞ്ഞാന്ന് റൈഡ് ചെയ്ത് അത്രയും ബുദ്ധിമുട്ടില്ല ഏതായാലും. ഇപ്പോൾ റൈഡ് തുടങ്ങുന്നതിന് മുമ്പ് അവർ കുറച്ച് ബ്രീഫിംഗ് ഒക്കെ തന്നായിരുന്നു. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് പോയിക്കോ, പോലീസ് കൊണ്ട് സൂക്ഷിക്കണം, പിന്നെ ഓവർടേക്കിംഗ് ഉള്ളിടത്ത് ഓവർടേക്ക് ചെയ്യാവൂ, പിന്നെ ആർക്കെങ്കിലും സ്പീഡിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാക്കിൽ നിന്ന് വരുന്ന കാണുമ്പോൾ നമ്മുടെ ആൾക്കാർ സൈഡ് കൊടുക്കുക, കയറി പോകേണ്ടി കയറി പോയിക്കോട്ടെ, അല്ലാത്തൊരു മര്യാദയ്ക്കോ. നല്ല അടിപൊളി ബ്രീഫിംഗ് ആയിരുന്നു. ഞങ്ങളോട് ഇപ്പോൾ ജോയിൻ ചെയ്തേ. എല്ലാവരും സൂപ്പർ ബൈക്ക് കൊടുത്ത് അർമാദിക്ക് ഇറങ്ങിയേച്ചു. ഇനിയാണ് നമ്മുടെ ബെൽപിൻ റൂട്ട്, നമ്മുടെ ബെൽസ് ലൈൻ റൂട്ട് തുടങ്ങുന്നത് ഇവിടം തൊട്ട്. ഇനിയാണ് നല്ല സീനിക്, നല്ല അടിപൊളി റൈഡിങ് റൂട്ട്. ഈ GSX കാറിനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എൻ്റെ പുറകെ നിഞ്ച വരുന്ന ആ പെണ്ണുമ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഓവർടേക്കിംഗ് ലൈൻ കയറിയിട്ട് പറക്കാൻ വേണ്ടി. ZX 10R എൻ്റെ ദൈവമേ, ആ പെണ്ണുമ്പുള്ള ZX 6R അല്ല കേട്ടോ ഇവള്, ZX 10R. ഓ ചുമ്മാ അല്ല വണ്ടിക്ക് ഇത്ര പവർ സ്പീഡും. ഞാൻ ZX 6R ആണെന്ന് വിചാരിച്ച് ഞാൻ ഇത്ര സ്പീഡിൽ എങ്ങനെ കയറി വരുന്നത്, കാരണം 6R ആണെങ്ങനെ വരുമല്ലോ.
പറയുമ്പോൾ അപ്പച്ചനും നല്ല പോക്കാം. എൻ്റെ വണ്ടിക്ക് എക്സോസ്റ്റ് കട്ടണം കേട്ടോ. നമ്മൾ എക്സോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തീരെ സൗണ്ട് ഇല്ല. H2 കൊണ്ടാണ് പോകുന്നത്. CH2 കൊണ്ട് സൗണ്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത വണ്ടി എൻ്റേതില്ലാത്ത. അങ്ങനെ നമ്മുടെ ഹോട്ടലിലോട്ട് 63 കിലോമീറ്റർ ഫുഡ് കഴിക്കുന്നിടത്തോട്ട് എനിക്കിങ്ങനെ പുറകെ പോകാൻ പേടി കേട്ടോ. ഇവരൊക്കെ ടയറിൽ നിന്ന് കല്ല്, പ്രത്യേകിച്ച് 10R ഒക്കെ എപ്പോൾ വേണേലും കല്ല് പറിക്കാൻ. എൻ്റെ പുറകത്തെ BMW കാരനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ്. ഇയാൾ വെള്ള ബൈക്ക്, പോലീസിൻ്റെ ബൈക്ക്, ഇയാളെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന്. എൻ്റെ വണ്ടി 200-നടുത്ത് ഹോഴ്സ് പവർ ഉണ്ടെങ്കിലും നല്ല വെയിറ്റാണ് വണ്ടി. ZX 10R ആകുമ്പോൾ തീരെ വെയിറ്റ് ഇല്ല. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അത് വേഗം കയറിപ്പോൾ. പിന്നെ സ്പോർട്സ് ബൈക്കും അല്ലേ, സൂപ്പർ ബൈക്ക്, നമ്മൾ ചില വെയിറ്റൊക്കെ പിടിച്ച്. ഗൈസ് ഇത് നമ്മുടെ ആപ്പിൾ പിക്കിങ് കേട്ടോ. ഇവിടെ വന്നിട്ട് ആൾക്കാർ ആപ്പിൾ പിക്കിങ് എല്ലാം ചെയ്യുന്നത്. ഗൈസ് അങ്ങനെ ഒരു പോലീസിൻ്റെ പെട്രോൾ കാർ പോയി. അപ്പോഴത്തേന് എല്ലാവരും മര്യാദയായി. ZX 10R പോകുന്ന അവരൊക്കെ പറന്നു പോകരുത്. അവരൊക്കെ ബ്രേക്ക് പിടിച്ച് നടുക്ക് മൂന്നാമത് വന്നു. കുറേ പേരെ കാണാൻ പോലും ഇല്ല കേട്ടോ. ഞാൻ ഏതായാലും പറക്കൽ അവസാനിപ്പിച്ചു. ഞാൻ അവിടുന്ന് അവരെ വല്ല ഓവർടേക്ക് ചെയ്ത് കയറാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പക്ഷേ നന്നായി ഞാൻ പോകാഞ്ഞത്, അല്ലെങ്കിൽ നേരെ എന്നെ ഇപ്പോൾ പൊക്കെടുത്തോണ്ട് പോയേനെ. ഇതാണ് മൗണ്ട് ബെൽ. അങ്ങനെയാണെങ്കിൽ ബെൽ ലൈൻസ് റൂട്ട് എന്ന് പേര് വന്നതാണ് എൻ്റെ ഒരു ഊഹം. അങ്ങനെ നമ്മൾ ഈ ശാന്തിയുടെ സമാധാനത്തിൻ്റെ റൈഡിങ് നടത്തുകയാണ്. ZX 10R ഒരു രക്ഷയില്ല. എന്നാ ടയർ ZX 10Rൻ്റെ സൗണ്ടും. അടുത്ത റൈഡൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തുവാ ഫുൾ എക്സോസ്റ്റ് ഒക്കെ വെച്ച് വരുമോ. ഗൈസ് അങ്ങനെ നല്ല അടിപൊളി മനോഹരമായ സ്ഥലം, നല്ല വ്യൂ. ഗൈസ് അങ്ങനെ നമ്മൾ ഗോപ്രോയുടെ ബാറ്ററിയും കഴിഞ്ഞു. നമ്മൾ ഹോട്ടലിൽ എത്തി. ഇവിടെ നിന്ന് എനിക്കൊന്ന് എല്ലാവരും തിരിച്ചു പോയിരിക്കും കേട്ടോ. വഴിയില്ല എന്താ എങ്ങനെയാന്ന്. ബാറ്ററി കഴിഞ്ഞോണ്ട് ഒന്നും കൊണ്ട് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. നമ്മൾ മൂഞ്ചസിയ. ഇതാണ് നമ്മുടെ ഡോണിബ്രൂക്ക് ഹോട്ടൽ. അവർക്കറിയാം, നേരത്തെ ഇവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു 10-18 പേര് വരുമെന്ന്. അപ്പോൾ അതിനുള്ള റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പാർക്കിംഗ് അവിടെ പോയി. എൻ്റെ ദൈവം, ഈ അമ്മച്ചിയായിരുന്നോ ഈ ZX 10R മാതിരി പുറക്കൽ പറഞ്ഞ്. അങ്ങനെ എല്ലാവരും സേഫായിട്ട് എത്തി. അങ്ങനെ എന്താണ് നമ്മുടെ ഡോണിബ്രൂക്ക് ഹോട്ടൽ. ലിക്ക് വന്നു കേട്ടോ. ഒരു ഹെൽമെറ്റ് ഊരിയ ഓഡിയോയും പോയി വീഡിയോയും പോകും. അതാണ് പ്രശ്നം. എൻ്റെ കർത്താവേ, ZX 10R രക്ഷയില്ല. അടിപൊളി കേട്ടോ. എൻ്റെ ബാക്കൊക്കെ നല്ല വ്യൂ. ഇങ്ങനെ ഒരു ചെറിയൊരു ഇതാണ് നമ്മളിപ്പോൾ റൈഡിന് വന്ന ബൈക്സ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഇവിടുന്ന് ലഞ്ച് കഴിക്കുക. എനിക്കറിയില്ല ഇങ്ങനത്തെ പരിപാടി. തിരിച്ച് റിട്ടേൺ റൈഡ് ആയിരിക്കും. ഗൈസ് അങ്ങനെ
നിന്ന് വർത്താനം പറഞ്ഞു. നല്ല എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ കേട്ടോ. പ്രായം അവരുടെ റൈഡിങ് എക്സ്പീരിയൻസ് പ്രസവം ഒരുമാതിരി സിഡ്നി മൊത്തം കവർ ചെയ്തു അവരൊക്കെ. അങ്ങനെ ഇപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. നമ്മുടെ BMW അപ്പച്ചൻ സ്റ്റാർട്ടാക്കി. അപ്പോൾ എല്ലാവരും പോകാൻ തോന്നുന്നു. യാത്ര പറയാൻ നിൽക്കുന്നില്ല. എങ്ങനെ ഒരു ബൈയൊക്കെ പറയടൂ മക്കളെ. നമ്മുടെ ടീമല്ല. നല്ല ചൂടായി. I'm just looking at it, you know. Well, some are going that way. I don't know which way to go. Which way you go? That way. Which way you go? Yeah. Oh. 20 on it already. Which way you going now? Yeah. You going back the way you came? Yeah. Have you got a hand? Can you put your location? I've got a hand. അങ്ങനെ അമ്മച്ചിമാരുടെയും അപ്പച്ചന്മാരുടെയും കൂടെ നമ്മളടുത്ത റൈഡ് വീണ്ടും തുടങ്ങി. നമ്മൾ വന്ന വഴി നേരെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മാപ്പ് നേരെ ഇടാം. അങ്ങനെ 21 പേരുണ്ടായിരുന്നു. അങ്ങനെ വന്നു, ലഞ്ച് കഴിച്ചു, തിരിച്ച് വീട്ടിലോട്ട് പോവുക. ഞങ്ങൾ ഹൈവേ പിടിച്ച് പോവുക. ഞങ്ങൾ മറ്റേ റോഡ് വേണ്ടെന്ന് വെച്ചു. ഏറ്റവും രസം എന്താ ചൈനക്കാരി അവർ ആഫര സ്ത്രീയൊക്കെ സമ്മതിക്കണം. അവർ ആ കൊച്ചു സ്കൂട്ടർ കൊണ്ട് എല്ലാം പോക്കാൻ പോകുന്നത് അറിയാം. യമഹയുടെ 350cc സ്കൂട്ടറാണ്. ഇതാണ് ഒന്ന് ചെറിയൊരു വട്ടനാന്ന് തോന്നുന്നു. ഇതാണ് ബ്ലൂ മൗണ്ടൻസിൻ്റെ ലിത്കോ കഴിഞ്ഞ് ബ്ലൂ മൗണ്ടൻസ് നമ്മൾ തിരിച്ചു പോകുന്ന സ്ഥലം. അടിപൊളി കേട്ടോ. താഴ്വാരങ്ങളാണ് ഫുള്ള്. ഈ ജിക്സർ 750 അതും നല്ല സൗണ്ട് കേട്ടോ. സെലക്ട് അങ്ങനെ ഞങ്ങൾ പകുതി വരെ അങ്ങോട്ട് പോയി. വന്ന വഴി തന്നെ പകുതി വരെ ഇങ്ങോട്ട് വന്നു. അതിനകത്തുനിന്ന് കുറേ പേര് പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ 4 പേരും ഇവിടെ ഉണ്ട്. റൈഡ് രാവിലെ കണ്ടുപോലെ തന്നെ ആ റൈഡ് ഓർഗനൈസ് ചെയ്ത അവരുണ്ട്. അതിൻ്റെ പുറകെ നമ്മുടെ സായിപ്പ് GSX, അതിൻ്റെ മുമ്പിൽ ട്രയംഫ്, നമ്മുടെ 955i ഉള്ള ഇറ്റലിക്കാരൻ. നമ്മൾ രാവിലെ അങ്ങോട്ട് പോയ പോലെ തന്നെ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ 4 പേരായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ അവസാനം ഞങ്ങൾ 4 പേരായി. ഒത്തിരി പേരുണ്ടെങ്കിൽ നല്ല രസം കേട്ടോ. നമ്മൾ ആക്ച്വലി മടുക്കത്തേ ഇല്ല ബൈക്ക് ഓടിക്കുമ്പം. പക്ഷേ അങ്ങനെ ഇപ്പോൾ ഹൈവേ എത്തും. ഹൈവേ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് എല്ലാവരും അവരവരുടെ വഴിക്ക് പോകും. അപ്പോൾ കാശ് അത്രയൊക്കെ തന്നെയുള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. അടുത്ത ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് റൈഡിനൊക്കെ പോയിട്ട് വീഡിയോ ഇടാം. നല്ല ചൂട്, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം.